മിനു കൊറേ ആയി മെസ്സേജ് വന്നത് ബാച്ചിലേഴ്സിന് ഉണ്ടാക്കാൻ പറ്റിയ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലും ഡിഷ് കാണിച്ചു കൊടുക്കാനായിട്ട്. നല്ല ടൈമാണ്. ഞാൻ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഗ്രീൻ പീസ് ആയാലോ ഇന്നത്തെ സ്പെഷ്യല്. ഏറ്റവും എളുപ്പത്തിന് വളരെ ഈസിയായി വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറി കാണിച്ചു തരട്ടെ. അപ്പൊ ഉണ്ടാക്കിയാലോ? വായോ. അതിനു വേണ്ടിട്ടേ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ഗ്രീൻ പീസ് നമുക്കൊരു കുക്കറിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. ഞാനിവിടെ 1.5 കപ്പ് ഗ്രീൻ പീസ് ആണ് കേട്ടോ എടുത്തിരുന്ന് വെച്ചത്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതാക്കി അരിഞ്ഞത് അങ്ങ് ഇട്ട് കൊടുക്കാതെ, 2 പച്ചമുളക്, ഒരു 10 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, അതെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാതെ, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാതെ, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം, ഒരു 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുക്കർ മൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ നമുക്ക് കേൾപ്പിച്ചെടുക്കാവേ. ചട്ടി ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലുള്ള വെള്ളമൊക്കെ നമ്മൾ അല്പം കൂടെയൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. ഒപ്പം തന്നെ ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലുള്ള ഗ്രീൻ പീസ് തന്നെ നമുക്ക് ചെറുതായിട്ടൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കാവേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറി കഴിയുമ്പോൾ ഇത് ഒത്തിരിയും കൂടി ഒന്ന് കുറുകാൻ തുടങ്ങും. അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കൂടുതൽ മസാലകളോ തക്കാളിയോ ഒന്നും ചേർക്കാതെ ഇത്രയും സിമ്പിളായിട്ടും എന്നാൽ വളരെ ടേസ്റ്റ് ആയിട്ടുമുള്ള ഒരു ഗ്രീൻ പീസ് കറി നിങ്ങൾ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ ഗ്രീൻ പീസ് കറി നമുക്ക് നല്ല വെള്ളയപ്പത്തിന്റെ കൂടെ അങ്ങ് ടേസ്റ്റ് ചെയ്താലോ. നോക്കിക്കേ, നന്നായിട്ട് കുറുകിയിട്ടില്ലേ? അടിപൊളിയല്ലേ? എത്ര ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കിക്കേ. കണ്ടോ? നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് വെള്ളയപ്പത്തിന്റെ കൂടെ മാത്രമല്ല കേട്ടോ. അപ്പൊ പാലപ്പത്തിന്റെ കൂടെയോ പുട്ടിന്റെ കൂടെയോ ചപ്പാത്തിന്റെ കൂടെയോ എല്ലാത്തിന്റെയും കൂടെ പോകും. സാക്കി കുട്ടി കൊത്തോട്ടെ അമ്മ. എങ്ങനെയുണ്ട് പറയ്. ഓ തരാമോ? ഗ്രീൻ പീസ് വേണോ? നീ കുട്ടി കഴിച്ചോക്കെ. എരിവുണ്ടോ? ഇല്ലേ? അമ്മ 2 പച്ചമുളക് കിട്ടും. കുഞ്ഞുനെ അപ്പൊ ടേസ്റ്റ് നോക്കിയപ്പോ കിടുക്കൻ ഗ്രീൻ പീസ് കറി വെള്ളയപ്പം. ഓ ഇത് ശരിക്കും മസാല എന്തെങ്കിലും പറയാൻ പറ്റില്ല കേട്ടോ. അടിപൊളിയായിട്ടോ, നല്ല ടേസ്റ്റ്. എന്ത് കിട്ടുന്നുണ്ടാക്കിയ പൊളിയിട്ടോ. കണ്ടോ എത്ര ഈസി ആയിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയത്. ബാച്ചിലേഴ്സിനൊക്കെ വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യണം കേട്ടോ ഈ കറി. അപ്പൊ വീട്ടിൽ ഉറപ്പായിട്ട് ഇതുപോലെങ്കിലും വേണോ മോനെ? വീട്ടിൽ ഉറപ്പായിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. എപ്പോഴും നിങ്ങൾ മസാലയൊക്കെ ഇട്ടല്ലേ ഉണ്ടാക്കി നോക്കണേ. അപ്പൊ ഇതുപോലെ മസാല ഒന്നും ഇല്ലാണ്ട് തക്കാളി ഒന്നും ഇല്ലാണ്ട് ഇത്ര ടേസ്റ്റി ആയിട്ട് കിട്ടുന്ന രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. ബൈ ബൈ.